എത്ര മിഠായ. ഹായ്, ആരെന്റെ ബാഗ് എടുത്തേ? മാറിക്ക്. ഇതാ നിനക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ? ഇതാ നിനക്കൊന്ന് എക്സ്ട്രാ ആണല്ലേ അനിയത്തി കൊടുക്കാനേ. ഇനി ഇതെങ്ങാനും ആരോടെങ്കിലും പാട്ടാക്കിയ ഒരിക്കൽ നിങ്ങൾക്ക് ഒന്നും തരൂല. നിങ്ങൾക്കെല്ലാം ചെയ്തു തരാം, പക്ഷെ നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിൽക്കണം. ഓ അമ്മേ, 500 റുപ്യ. സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട്, ടീച്ചർ പറഞ്ഞതാ. എന്ത് പരിപാടി? സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ, നീ ഇത് എത്രാമത്തെ തവണ എന്നോട് പൈസ ചോദിക്കുന്നത്? അമ്മ മര്യാദക്ക് പൈസ ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാത്തിനും ഞാനുള്ളോ, അതെപ്പോഴും ഓർമ്മിച്ചോ. നീ എനിക്കൊന്നും ചെയ്തു തരണ്ട, ഞാൻ എൻ്റെ ടീച്ചറോട് പറയുന്നുണ്ട്, നീ നോക്കിക്കോ. നിങ്ങൾ ചൊന്നും തരണ്ട, നിങ്ങൾ ആ ഫോണൊന്നും എടുത്താ ബാക്കി ഞാൻ ചെയ്തോളാം. ഹലോ, ടീച്ചറല്ലേ? ഞാൻ ജിത്തിൻ്റെ അമ്മയാ. ആ അതെ, പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ജിത്തു ക്ലാസ്സിൽ ഒരുപാട് പൈസ കൊണ്ടുവരുന്നുണ്ടല്ലോ, നിങ്ങളിങ്ങനെ പൈസ കൊടുത്തയക്കരുത് കേട്ടോ. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ടീച്ചർ. അവൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, വിദേശത്താ. അവൻ കുറച്ച് വലുതായ പിന്നെ വീട്ടിലെ അത്യാവശ്യ കാര്യത്തിനൊക്കെ ഞാൻ അവനെയാ വിടാറുള്ളത്. ചെറിയ മോനെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാറില്ല. അവൻ കടയിൽ പോവുകയും സാധനം കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. ഓ, അത് നല്ലതല്ലേ. പക്ഷെ ടീച്ചറെ, ഇപ്പോൾ അതും പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിയോ? എന്തു പറഞ്ഞാ അവൻ ഭീഷണിപ്പെടുത്തുന്നത്? അത് പിന്നെ ടീച്ചർ, ഇന്നലെ അവൻ എന്നോട് 500 രൂപ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അവൻ എൻ്റെ ഫോണും തട്ടിപ്പറിച്ച് പുറത്തോട്ട് പോയി. പിന്നെ കുറേ കഴിഞ്ഞാ വന്നത്. ടീച്ചറെ, ഇന്ന് ലോൺ അടയ്ക്കേണ്ട ദിവസമാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ എടുക്കാൻ നോക്കുമ്പോൾ പൈസ ഒന്നുമില്ല. എല്ലാം അവനാ ടീച്ചറെ ചെയ്യുന്നത്. ഞാൻ അവനെ വിശ്വസിച്ച്. ഏയ് വിഷമിക്കണ്ട, നമുക്ക് നോക്കാം, വേണ്ടതുപോലെ ചെയ്യാം. പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല, നിങ്ങൾ കരയാതിരിക്കൂ. നാളെ സ്കൂളിലേക്ക് വരൂ. തൽക്കാലം ഇതൊന്നും അവൻ അറിയണ്ട. ഡാ, ഇന്ന് ക്ലാസ് പോണ്ട, ഞാൻ നിങ്ങൾക്കൊരു ഏട്ടനെ പരിചയപ്പെടുത്തി തരാം. ഏട്ടനോ? ഏതേട്ടൻ? അതൊക്കെ നമുക്ക് പിന്നെ അറിയാം. നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറിയിക്കാം, ടീച്ചേഴ്സ് കാണണ്ട. ഹായ്, കുറേ പേരുണ്ടല്ലോ, കലക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഏട്ടൻ. MD രസൻ MA. ഇതെന്ത് പേരാ? സ്നേഹമുള്ളവരെന്നെ രസൻ എന്നെന്ന് വിളിക്കും, ബഹുമാനമുള്ളവരെന്നെ MD MA എന്ന് വിളിക്കും. ദാ ഇത് കഴിക്ക്. ഹായ്, ഐസ്ക്രീം. നല്ല രസം. നിങ്ങൾക്കൊക്കെ എന്തെല്ലോ വിഷമങ്ങളുണ്ടെന്ന് ജിത്ത് പറഞ്ഞു. എന്തൊക്കെയാ നിങ്ങളുടെ സങ്കടം? ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ മടിക്കണ്ട, പറഞ്ഞോ. എൻ്റെ അമ്മ പാവ, വീട്ടിലെ പണി കഴിഞ്ഞ് പുറത്ത് കൂലിപ്പണിയെടുത്ത ഞങ്ങളെ വളർത്തുന്നത്. അച്ഛനെന്നും കള്ളു കുടിച്ച് വന്ന് അമ്മയെ തല്ലുന്നത് കണ്ട് എനിക്ക് മതി മതി മതി. ഇനി നിങ്ങൾക്കൊന്നും സങ്കടം ഉണ്ടാവരുത്. അതിനുള്ള മരുന്ന് ഞാൻ തരും. അല്ലാതെ നിങ്ങളുടെ സങ്കടം ഒന്നും മാറില്ല. നിങ്ങളുടെ സങ്കടം മാത്രമല്ല, എല്ലാവരുടെ സങ്കടവും നമ്മൾ മാറ്റണം. അതിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി. അപ്പം നമ്മളടുത്ത് കുറേ പൈസ ഉണ്ടാവും, നമുക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങാം. ആദ്യം നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടുവരണം. അയ്യോ, നമുക്കെവിടെയാ പൈസ? അതൊക്കെ കിട്ടും, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. അതെ, ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഓരോ പ്രാവശ്യം കടയിൽ പോകുമ്പോഴും എനിക്ക് വേണ്ടിയത് ഞാൻ അടിച്ചു മാറ്റും. നിന്റെ അമ്മക്ക് ഫോണിൽ പൈസ ഉണ്ട്, എൻ്റെ അമ്മക്ക് ഫോണും കൂടിയില്ല. അല്ലടാ, നിന്റെ സങ്കടം ശരിക്കും മാറിനേ? ഇച്ച് വലിയ സങ്കടമൊന്നുമില്ലടാ, ഇച്ച് പഠിച്ച് പണിയെടുക്കാനൊന്നും കഴിയല. കുറേ പൈസ കിട്ടുമോ? എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് മാറ്റാൻ പറ്റുമോ? ഗുഡ്. ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. ഇനി നിങ്ങൾ ഓരോരുത്തരും ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കണം. അങ്ങനെ ഈ നാട്ടിൽ വലിയൊരു ഗ്യാങ് ആവാം.
ടീച്ചറെ, അകത്തേക്ക് വന്നോട്ടെ? ആ വരൂ. ജിത്തിൻ്റെ അമ്മയല്ലേ? അവൻ എന്താ ഇപ്പം പറ്റിയേ? എനിക്കൊന്നും അറിയില്ല ടീച്ചർ. അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ. ഇതിപ്പോൾ 2ാമത്തെ തവണയാ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത്. നിങ്ങളുടെ ഈ ഫോണിൽ ജിപേ ഉണ്ടോ? ഉണ്ട് ടീച്ചർ. ഈ ഫോൺ ആരൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഞാനാ ഉപയോഗിക്കാറ്. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ മോനും ഉപയോഗിക്കും. നിങ്ങളതൊന്ന് തുറക്കൂ. നമുക്ക് അതിലെ ട്രാൻസാക്ഷനൊക്കെ ഒന്ന് നോക്കാലോ. അതൊന്നും എനിക്കറിയില്ല ടീച്ചർ. അവനതെല്ലാം അറിയാം. ബാലൻസൊക്കെ അവൻ തന്നെയാ പറഞ്ഞു തരാറ്. ആ, നിങ്ങളതൊന്ന് കാണിക്കൂ. നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ അതൊന്ന് നോക്കാം. അതിനെന്താ, ടീച്ചർ നോക്കിക്കോളൂ. ആ, നോക്കട്ടെ. തുറക്കൂ. ഇതാ, ഈ നമ്പർ അടിച്ചോളൂ. ആ, നാഷണൽ സൂപ്പർ മാർക്കറ്റ്. അത് നിങ്ങൾ സാധനം വാങ്ങുന്ന കടയാവും അല്ലേ? ഒരു ആമിനയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോയിട്ടുണ്ട്. ആമിന എൻ്റെ അനിയത്തിയാ ടീച്ചറെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അയച്ചതാവും. നോക്കട്ടെ. പിന്നെ ഒരു നമ്പറിലേക്ക് MD രാസൻ MA എന്നൊരു പേരിലേക്ക് ഈ 2 മാസവും കുറേ തവണ കാശ് പോയിട്ടുണ്ട്. അയ്യോ, അതാരാ ടീച്ചർ? ഞാൻ അവൻ്റെ അച്ഛനോട് എന്തു പറയും? ആ, തൽക്കാലം നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങളിപ്പോൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകൂ. ദാ ടീച്ചർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അവർക്കൊരു നോട്ടം കൂടുതലാ. ഒന്നുമില്ല, എനിക്ക് തോന്നുന്നതാ. ഞാനിനി ഒരാഴ്ചയൊക്കെ ഉണ്ടാവില്ല. കാര്യങ്ങളെല്ലാം വേണ്ട പോലെ നീ ഡീൽ ചെയ്യണം. നിന്റെ പീക്കരി പിള്ളേരെയും കൂട്ടിക്കോ. ടീച്ചർ വിട്ടോ. നമ്മൾ പോലീസിന്നാ. ജിത്തിന്റെ വീടല്ലേ ഇത്? അതെ, അവനെന്താ പറ്റിയേ? ഒന്നുമില്ല, അവന് ലഹരി സംഘങ്ങളുമായി ചില കൂട്ടുകെട്ടുകളുണ്ട്. അവനെ ഒന്ന് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അയ്യോ, എൻ്റെ മകൻ അവനങ്ങനെ ചെയ്യില്ല. എല്ലാ രക്ഷിതാക്കളും അങ്ങനെയാ കരുതുന്നത്. അവർക്ക് അവരുടെ കുട്ടികളെ വലിയ വിശ്വാസമാ. അതെ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവനെ വിശ്വസിച്ച് ഫോണൊക്കെ നൽകിയത്. ആ ടീച്ചർ ഇവന്റെ പിന്നാലെ കൂടിയത് കൊണ്ട് ഇവനെ ഇപ്പോഴെങ്കിലും രക്ഷിക്കാൻ പറ്റി. അമ്മ മനസ്സിലാക്കണം, അവനിപ്പോൾ വലിയൊരു ലഹരി സംഘത്തിന്റെ പിടിയിലാണ്. അയ്യോ, എൻ്റെ മകൻ, മേഡം, എൻ്റെ മകൻ. തൽക്കാലം ഇവനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. വലിയൊരു വലയത്തിൽ നിന്നും മനസ്സ് വെച്ചാൽ ഇവൻ ഊരിപ്പോരാവുന്നതേ ഉള്ളൂ. നെടുമ്പാശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരൻ MDMA-യുമായി പിടിയിൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. 30 കിലോ ലഹരി മരുന്നുമായി പാലക്കാട് സ്വദേശി മുരളീധരൻ നായർ പിടിയിലായി. സിവിൽ പോലീസ് ഓഫീസർ MJ ഷാനവാസിനെ എക്സൈസാണ് പിടികൂടിയത്. മെത്വാക്വലോൺ എന്ന ലഹരി മരുന്നാണെന്നാണ് സംശയം. ലഹരി വലയിലാണ് നമ്മുടെ കൊച്ചു കേരളം. കഞ്ചാവിൽ തുടങ്ങി തീവ്ര ലഹരി മരുന്നുകളായ കൊക്കെയിൻ, LSD, സ്റ്റാമ്പ്, ഹാഷിഷ് ഓയിൽ, MDMA, ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ മെഥാക്വിനോൺ. ലഹരി പടർന്നൊഴുകുകയാണ്. ജിത്തിനെ കണ്ടില്ലേ നിങ്ങൾ? അവൻ കുടുങ്ങിപ്പോയതാ. നിങ്ങൾ ആരും അങ്ങനെ പെട്ടുപോരുത്. അവനെ നമുക്ക് രക്ഷിക്കണം. നമ്മൾക്കെല്ലാം മനസ്സിലായി ടീച്ചർ. അവനെ ഇപ്പോൾ രക്ഷിച്ചേ പറ്റൂ. അവന്റെ അമ്മ പാവാണ് ടീച്ചർ, എനിക്കറിയാം. തീർച്ചയായും അവനെ രക്ഷിക്കണം.
ഇനി ആരും ലഹരിക്കടിമപ്പെടാൻ പാടില്ല. തീർച്ചയായും അവനെ നമുക്ക് പഴയ ജിത്തുവായി തിരികെ കൊണ്ടുവരണം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. തിരികെ ജീവിതത്തിലേക്ക് GSBS കുമ്പള വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ച നാടകം. പങ്കെടുത്തവർ മുബാഷിർ TM, ഫാത്തിമ ഷൈമ, വേദിക പ്രശാന്ത്, ധ്യാൻ വിപിൻ, മുഹമ്മദ് സഹൽ, അബ്ദുൾ ഹയാൻ, മുഹമ്മദ് അമീർ, സൈൻ അബ്ദുൾ, ഹയാൻ, സാൻവി MS, ഹന ഫാത്തിമ, ദീപ PM.